ഹായ്. എക്കോ മൂവിയുടെ റെസ്പോൺസും കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇറ്റ് വാസ് എൻ അമേസിംഗ് റെസ്പോൺസ്. താങ്ക് യു for the people who have really responded and experienced. I also thank my team, my wonderful team, my backbone, right from Ranjit. Bahul Ramesh has given his everything for this movie. Mujibka has given their life for the movie. Suraj, all the technical team, Vishnu Govind, everyone. And the artist, they are right on spot. They have been the character here. So I'm very happy to be the team, part of this team. So thank you. ഈ സിനിമയുടെ സംവിധായകൻ രഞ്ജിത്ത് അയ്യത്താൻ നമ്മുടെ സിനിമ ഇപ്പൊ എല്ലാവരും പ്രേക്ഷകരും അതുപോലെ തന്നെ നിരൂപകരും മുക്തഗണമായ പ്രശംസയോട് സ്വീകരിച്ചു. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. Thank you for coming. എല്ലാ മീഡിയ ആളുകളോടും സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും നല്ലൊരു റെസ്പോൺസാണ്, റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അതിൽ എല്ലാ പ്രേക്ഷകരോടും നമ്മുടെ ടെക്നിക്കൽ ടീംസും നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരോടും ഇതിൽ പ്രവർത്തിച്ച ക്രൂസിനെല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സോ നെക്സ്റ്റ് ലീഗ് കടക്കാം. താങ്ക് യു. എക്കോയുടെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് ആൻഡ് DOP none other than ബാഹുൽ രമേശ്. സന്തോഷം. നിങ്ങൾ കുറച്ചുപേരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ എത്രയും കഴിവതും വേഗം ഒന്ന് കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അടുപ്പുള്ളവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അങ്ങനെ കൂടുതൽ സിനിമയ്ക്ക് ഒരു വളർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമ റീച്ച് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു വർഷം മൊത്തം ഈ സിനിമയുടെ പിന്നാലെ ആയിരുന്നു. ഒന്നും ഈ സിനിമയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും എളുപ്പമുള്ളതായിരുന്നില്ല. എല്ലാം എക്സ്ട്രീംസ് ആയിരുന്നു, വെല്ലുവിളികൾ ഒക്കെ. ഇപ്പോൾ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാലും കാലാവസ്ഥ, ലൊക്കേഷൻ, നമ്മുടെ ഡേറ്റ്, നമ്മുടെ ചില കൺസ്ട്രെയിൻസ്, സർട്ടൻ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എക്സ്ട്രീം കണ്ടീഷൻസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് ഇതിന് പോകേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ക്രൂവിൻ്റെയും ആർട്ടിസ്റ്റുകളുടെയൊക്കെ അകമഴിഞ്ഞ ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് കാരണമാണ് നമുക്കത് കംപ്ലീഷനിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഓട്ടമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആളുകളിലേക്ക് അത് എത്തിച്ച് അവരുടെ നല്ല അഭിപ്രായങ്ങളും മനസ്സ് നിറയ്ക്കുന്ന രീതിയിലുള്ള നല്ല അഭിപ്രായങ്ങളും നല്ല വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വി ഫീൽ താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ, സാറ്റിസ്ഫാക്ഷൻ, സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക. താങ്ക് യു. എക്കോയിൽ സംഗീതം കൊണ്ട് ഓരോ പ്രേക്ഷകനെയും ഞെട്ടിച്ച പ്രിയപ്പെട്ട മുജീബ് മജീദ്. ഹായ്, ഭയങ്കര സന്തോഷം. ആഫ്റ്റർ കണ്ടും സെയിം ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും അതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ള ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളെല്ലാവർക്കും. എസ്പെഷ്യലി വിത്ത് ബാഹുൽ ആൻഡ് രഞ്ജി, നമ്മൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുമ്പോഴുള്ള ടൈമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ബാഹുൽ എപ്പോഴും എന്നെ പുഷ് ചെയ്തിട്ടേ ഉള്ളൂ, എൻ്റെ ലിമിറ്റ് അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും ബെസ്റ്റിന് വേണ്ടിയിട്ട്. സോ എല്ലാവരും സിനിമ കാണാത്തൊരു പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് നേടിയ കലാകാരൻ, എക്കോയുടെ എഡിറ്റർ സൂരജ് ES. നമസ്കാരം. ബാഹുല് പറഞ്ഞ പോലെ ഭയങ്കര എക്സ്ട്രീം കണ്ടീഷൻസിലാണ് ഇതിൻ്റെ ഷൂട്ടെല്ലാം നടന്നിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററിൽ ഇന്നലെ എന്തായിട്ട് കണ്ടവരൊക്കെ ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു, ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തതെന്നാണ് ചോദിച്ചത്. അതെല്ലാം ഒറിജിനലി എന്താ പറയുക, പ്രകൃതിയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. അതൊരു ആഡ് ഓൺ ആയിട്ടാണ്. അപ്പോൾ അതൊരു ഉറപ്പായിട്ടും ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ കാണാൻ ശ്രമിക്കും. താങ്ക് യു. എക്കോ കാണുമ്പോൾ മലയാള സിനിമയിൽ ഇത്രയും വർഷങ്ങളായി ഏകദേശം 150-ൽ പരം ചിത്രങ്ങൾ വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ ചെയ്ത് ലോകമെമ്പാടും അറിയപ്പെടുന്ന കലാകാരനായും നമ്മളോടൊപ്പം നമ്മുടെ പ്രിയ ജ്യേഷ്ഠ സഹോദരനായി നമ്മുടെ പ്രിയപ്പെട്ട അഭിനേതാവായുള്ള വിനീത് സർ രണ്ടു വാക്ക് സംസാരിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി പ്രേക്ഷകർക്കും എക്കോ ടീമിന് ഒരു അനുഗ്രഹം പോലെ അവരുടെ ആശംസകളും അവരുടെ ഹൃദയം തുറന്നുള്ള അഭിപ്രായങ്ങളും അത് നമ്മുടെ ടീമിന് തന്നെ വലിയൊരു പ്രചോദനമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ബ്രില്യൻ്റായ ഫിലിം മേക്കേഴ്സ് ദിൻജിത്ത് ആൻഡ് ബാഹുൽ, അവരുടെ കൂടെ അവരുടെ പടത്തിലൊരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു വലിയ പഠനാനുഭവമാണ്. ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ആസ് എൻ ആക്ടർ. ആൻഡ് സ്ക്രിപ്റ്റ് വായിച്ച് നമ്മൾ ആ കഥാപാത്രം മനസ്സിലാക്കി, പിന്നെ ദിൻജിത്തും ബാഹുലിൻ്റെയും ഒരു ഗൈഡൻസ് ആണ് എങ്ങനെ ഹൗ ടു മോൾഡ് ദാറ്റ് ആക്ടർ ഇൻ ടു എ ക്യാരക്ടർ. അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് എല്ലാ കഥാപാത്രങ്ങളിലും അവരുടെ ആ കൺവിക്ഷൻ, ഓരോ കഥാപാത്രങ്ങളുടെ ഡെഫിനിഷൻ, അത് ഒരു സീനിൽ വന്നു പോകുന്ന ആൾക്കാർ ആർട്ടിസ്റ്റ് ആണെങ്കിലും അതിനൊരു ഡെഫിനിഷൻ ഉണ്ടാവും. ഒരു ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും. അത് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രിപ്പറേഷൻ്റെയും കൺവിക്ഷൻ്റെയും ഗുണമാണ്. അത് തന്നെയാണ് ഇതിലെ ബ്രില്യൻറ്റ് ലൈൻ ഓഫ് ആക്ടേഴ്സ്. അവരുടെ പെർഫോമൻസ് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇതില് ഞങ്ങളൊക്കെ അഭിനേതാക്കളാണ്. അവിടെ കംപ്ലീറ്റ് സറണ്ടർ ടു ദ ഡയറക്ടർ, അവരുടെ ഇൻസ്ട്രക്ഷൻസ്, ആ ഗൈഡൻസോടുകൂടി നമ്മൾ പെർഫോം ചെയ്ത് പോയി. പിന്നെ ഡബിങ്, ഇത് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ഫ്ലെജ്ഡ് ഒരു ക്രാഫ്റ്റ്, ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ആയിട്ട് വന്നിട്ട് നമ്മൾ കാണുന്നത് അപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അതുല്യരായ ടെക്നീഷ്യൻസ്, അവരാണ് ഇതിന് ആത്മാവ് കൊടുക്കുന്നത്. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പടം വളരെ സോൾഫുള്ളായി മാറുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ. സോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് ഞങ്ങളും. സോ അതേ എക്സൈറ്റ്മെന്റ്, പ്രേക്ഷകരെ പോലെ തന്നെ അതേ ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ആൻഡ് ആ എക്സൈറ്റ്മെന്റ് തന്നെ ഞങ്ങളും ഷെയർ ചെയ്യുന്നു പ്രേക്ഷകരോടുകൂടി. അതിന് ഇവർക്ക് ഒരു വലിയ ഹാൻഡ്സ് ഓഫ്, ബിക്കോസ് ഇൻക്രെഡിബിൾ കോർഡിനേഷൻ. എവറി ടെക്നീഷ്യൻ, നമ്മുടെ ചീഫ് ടെക്നീഷ്യൻസ് ആയാലും ഇതിൽ വർക്ക് ചെയ്ത അസിസ്റ്റൻസ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റും ആസ് ആർട്ടിസ്റ്റ് നമ്മൾ ആ സെറ്റിൽ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, ആർട്ട് അസിസ്റ്റൻസ്, ഇപ്പം ബാഹുലിനും ഈ വെദർ ഫേവറബിൾ അല്ലാത്തത് കൊണ്ടുള്ള ഹിൻഡ്രൻസസ് ഉണ്ടായിരുന്നു ഷൂട്ടിങ്. പക്ഷെ അത് ഇവരുടെ ഒരു സപ്പോർട്ട്, പിന്നെ ആ ടെറൈൻ ഇറ്റ്സ് നോട്ട് വെരി സേഫ്. എസ്പെഷ്യലി സന്ദീപ് ചെയ്ത ഒരുപാട് പോർഷൻസ്, അതുപോലെ ബിനു, സന്ദീപും രഞ്ജിത്തൊക്കെ അതിലുള്ള ആ ഫൈറ്റ് സീക്വൻസ് ചെയ്ത ഇടങ്ങളൊക്കെ വെരി ഡേഞ്ചറസ് പ്ലേസസ്. പക്ഷെ അത് എത്രയും കെയർ എടുത്ത് അത് ആ സേഫ്റ്റി നോക്കി നമ്മൾ അത്രയും സേഫ് ആയിട്ടാണ് ക്രൂ. സോ അവർക്കൊരു വലിയ താങ്ക്സ് ടു ഓൾ ദി ക്രൂ. ബിക്കോസ് ഓഫ് കോഴ്സ് പ്രേക്ഷകർ അത് എൻജോയ് ചെയ്ത് ആ അവരുടെ സന്തോഷം നമ്മളിൽ പങ്കുവെക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ ആ ഒരു എന്താണ് പറഞ്ഞ ഒരു ആത്മാർത്ഥമായ ഒരു സമർപ്പണം പോലെയുള്ള ആ ഒരു ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക്, അത് തീർച്ചയായിട്ടും നമ്മൾ ഈ അവസരത്തിൽ സന്തോഷത്തോടു കൂടി ഷെയർ ചെയ്യണം. ഒരിക്കൽ കൂടി ഈ പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ കഴിയുന്നത് തീർച്ചയായിട്ടും വലിയൊരു അഭിമാനമാണ്. ഒരു കരിയറിൽ തന്നെ നമുക്ക് ആസ് എൻ ആക്ടർ ഒരുപാട് പഠിക്കാൻ സാധിച്ചു. ഞാൻ ഇതുവരെ ചെയ്യാത്ത ജോണറിലുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഡെഫിനറ്റ്ലി എനിക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അതുപോലെ പ്രേക്ഷകരോട് എനിക്ക് മറ്റൊരു അഭ്യർത്ഥന ഉള്ളത്, ഇറ്റ്സ് എ വെരി ഇന്റൻസ് ആൻഡ് ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ഫിലിം. സോ ഒരു അറ്റ്ലീസ്റ്റ് 2 times പോയി കണ്ടാലാണ് നമുക്കതങ്ങനെ ഉൾക്കൊണ്ട് നമുക്ക് ഇറ്റ് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു യു. അങ്ങനെ ഒരു മാജിക് കൂടെ ഒരു ഈ സിനിമയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നോട്ട് ജസ്റ്റ് ദ ഫസ്റ്റ് ടൈം. സോ അത് ഇന്നലെ ഞാൻ കണ്ടു കഴിഞ്ഞ് ഇന്ന് വീണ്ടും കഴിയുമ്പോഴാണ് അതിൻ്റെ പല എലിമെന്റ്സും ഹൗ ബ്യൂട്ടിഫുള്ളി ഇറ്റ് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു യു എന്നുള്ളത് ഞാൻ മനസ്സിലായി. അത് ഞാൻ എൻജോയ് ചെയ്തു. സോ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് 2 to 3 times യു ഷുഡ് സീ ദ ഫിലിം ടു എൻജോയ് ഇറ്റ് ടു ദ കംപ്ലീറ്റ്. അതാണ് ഇവരുടെ ഒരു ക്രാഫ്റ്റിന്റെ ഭംഗി. ബിക്കോസ് ഓരോ പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഒരു റിവീൽഡ് ആവാത്ത ചില പല ലേയേഴ്സും ആ ക്യാരക്ടേഴ്സിലൂടെ എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു.
സോ ഒരിക്കൽ കൂടി ബാഹുലിനും രഞ്ജിത്തിനും ബിഗ് താങ്ക്സ് ആൻഡ് കുഡോസ് ടു ദ ഹോൾ ബ്യൂട്ടിഫുൾ ടീം. നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജയറാം, ഹൂസ് ബീൻ ദ സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വെരി വെരി ലെവൽ ഹെഡഡ് ആൻഡ് ബാലൻസ്ഡ് വേ ഓഫ് ഡീലിംഗ് വിത്ത് ദ പ്രൊഡക്ഷൻ ആൻഡ് കോർഡിനേറ്റിംഗ് വിത്ത് ഹിസ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷാഫി ചെമ്മാട്. സോ എല്ലാവർക്കും ഈ അവസരത്തിൽ ഈ സന്തോഷവേളയിൽ നന്ദിയോടൊപ്പം പ്രേക്ഷകർക്ക് ഒരു വലിയ പ്രണാമം. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും ആശംസകളാണ് നമ്മുടെ എല്ലാവരുടെയും ശക്തി. നന്ദി. സൗത്ത് ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററുകളിലെ കേന്ദ്ര കഥാപാത്രങ്ങൾക്കും അപ്പുറം മലയാളത്തിൽ കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം വിനിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട താരം ശ്രീനാരായണൻ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പറയേണ്ടതെല്ലാം ഒരുവിധം വിനീതേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴും പുതിയ ആശയങ്ങൾ എന്നും സ്വീകരിച്ചിട്ടുള്ള മലയാളി പ്രേക്ഷകർക്കും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്, സന്തോഷം. നമുക്കറിയാം, നമ്മൾ കടന്നു പോകുന്നൊരു ഫേസ്, പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് OTT വന്നതിന് ശേഷം ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു ദൗത്യം ഓരോരോ ഫിലിം മേക്കേഴ്സ്, അത് ഡയറക്ടറായാലും ശരി, പ്രൊഡ്യൂസറായാലും ശരി, റൈറ്റേഴ്സും ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റ്, ഞങ്ങളുടെ എല്ലാം റെസ്പോൺസിബിലിറ്റി കൂടി കൊണ്ടുവരിക ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. അതിനനുസരിച്ചുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ആശയത്തോടു കൂടി അങ്ങനെ തിയേറ്ററിൽ വന്ന് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു സിനിമയാണ് എക്കോ. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ശരി, അത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു വിഷയം. ആൻഡ് പടം ഇറങ്ങിയും വളരെയധികം നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ വെരി ഹാപ്പി. ഞാൻ ഈ ഇവിടെയുള്ള നടന്മാർ, ഇവിടെയുള്ള ടെക്നീഷ്യൻസ്, ഉറപ്പായിട്ടൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കരിയറിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയായിരിക്കും എക്കോ. ടെക്നീഷ്യൻസിനായാലും ശരി, ഞങ്ങൾ ആർട്ടിസ്റ്റ്മാർ, ഞങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളായാലും ശരി, അതിന് തീർച്ചയായിട്ടും വി ഓൾ താങ്ക് ദിഞ്ജിത്ത് ആൻഡ് ബാഹുൽ ഫോർ ദിസ്. പിന്നെ ഈ വിനീതേട്ടൻ പറഞ്ഞ പോലെ രണ്ടാമത്തെ സിനിമ കാണുമ്പോഴാണ് ഇതിൽ നമ്മൾ പറയും ചെറിയ ചെറിയ ന്യൂവാൻസസ് എന്ന് പറയും, അത് റൈറ്റിങ്ങിൽ ചെയ്യുന്നതാണ്, എഴുത്തിൽ വരുന്ന സംഭവമാണ്. ഓഡിയൻസിനെ സ്പൂൺ ഫീഡ് ചെയ്യാതെ ചില കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുക, എന്നാൽ ചിന്തിപ്പിച്ചിട്ട് ടയേർഡാക്കാനും പാടില്ല. സോ അത്രയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് ആൻഡ് എ ബ്രില്യൻറ്റ് ഫിലിം മേക്കിംഗ് ഓൾസോ. സോ ഇതൊരു മലയാളത്തിന് തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷത്തെ വൺ ഓഫ് ദ പല നല്ല സിനിമകളിലും ദിസ് ഈസ് എ ബിഗ് ഓഫറിംഗ് ഫോർ മലയാളം സിനിമ എക്കോ. സോ തീർച്ചയായിട്ടും പ്ലീസ് സപ്പോർട്ട് us ആൻഡ് പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു. സിനിമാ മേഖലയിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അഭിനേതാവ് എന്ന നിലയിൽ തുടരും കഴിഞ്ഞ ടെക്കോയിലൂടെയും പ്രേക്ഷകരെ സമീപിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിനോദ് ബാബു. എല്ലാവർക്കും നമസ്കാരം. പറയേണ്ടതൊക്കെ രണ്ടാളും പറഞ്ഞിട്ടുണ്ട്, ഇനി അത് ഒരുപാട് സമയം എടുക്കുന്നില്ല. ഭയങ്കര എന്താ പറയുക, ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പം ഭയങ്കര സന്തോഷം തോന്നി. കാരണം കിഷ്കിന്ധാകാന്ഡം അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക, സന്ദീപിൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കുക, വിനീതേട്ടൻ, ഇവരൊക്കെ ഉള്ള ഒരു സിനിമയിൽ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പം ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ സിനിമ എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചെന്ന് അറിയുന്നതിലും വളരെ സന്തോഷം. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTTയിൽ എന്തായാലും വരും, പക്ഷേ അത് തിയേറ്ററിൽ കിട്ടുന്ന ആ ഫീല്, ഈ സിനിമ ഉണ്ടാക്കിയ രീതി, അതിൻ്റെ സൗണ്ടിങ്, അപ്പം മുജീബാണെങ്കിലും വിഷ്ണു ഗോവിന്ദാണെങ്കിലും, അപ്പം അത് കംപ്ലീറ്റ്ലി അത് ആസ്വദിക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കണം. കാരണം ഞാൻ ഒരു ടെക്നീഷ്യൻ സൈഡിൽ കൂടി വർക്ക് ചെയ്യുന്ന ഒരാളായതിനെ കൊണ്ട് എനിക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഇതെങ്ങനെയാണ് ബാഹുലും ദിഞ്ചിയും കൂടിയും ഇതിനെ കൺവിൻസ്, ഓഡിയൻസിനെ എങ്ങനെ കൺവിൻസ് ചെയ്യും, ആ ഡോഗ്സിൻ്റെ പോർഷൻസ് ഒക്കെ എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു അങ്ങനെ കാണാനുള്ളൊരു കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊതി ഇന്നലെ പൂർണ്ണമായും തീർത്തു തന്നു. ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് വിളിച്ച് കംപ്ലീറ്റ് അത് ക്ലിയർ ചെയ്ത്, അങ്ങനെ തന്നെയല്ലേ താൻ ഉദ്ദേശിച്ചത്, റൈറ്റിങ്ങിൽ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് അത് എല്ലാ രീതിയിലും കൺവേ ചെയ്തിട്ടുണ്ട്. ബ്രില്യൻ റൈറ്റിംഗ്, ബ്രില്യൻ ഡയറക്ടർ, മ്യൂസിക്, എഡിറ്റർ, പിന്നെ പ്രൊഡ്യൂസർ, പിന്നെ
ബാക്കിയുള്ള ആക്ടേഴ്സ്, സന്ദീപ്. താങ്ക് യു. തനിക്ക് കിട്ടുന്ന ഓരോ സിനിമയിലെ വേഷങ്ങളും മികവുറ്റതാക്കുന്ന കലാകാരൻ നമ്മുടെ എക്കോയിലും ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ശ്രീ ഷഹീർ മുഹമ്മദ്. ഹലോ, ഇത് രഞ്ജിത്തിൻ്റെയും ബാബുവിൻ്റെയും കൂടെ എൻ്റെ രണ്ടാമത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. കൃഷ്ണതകണ്ഠമായിരുന്നു കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ അവരെന്നെ ഏൽപ്പിച്ച കാര്യം എന്നെ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും കൃത്യമായി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ബിനു പറഞ്ഞ പോലെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. കാരണം നമ്മളൊരു OTT വെയിറ്റ് ചെയ്തിട്ട് ഒരു മിനി സ്ക്രീനിൽ കണ്ട് ഫീൽ ചെയ്തൊരു സിനിമ അല്ല. കാരണം ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ആയാലും മ്യൂസിക് ആയാലും ഒക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ കഴിയുന്നതും അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക. ഓഡിയൻസിനെ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ സഹായമില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നടക്കില്ല എന്ന് അറിയാം. അതുകൊണ്ട് ഒരു ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ സിനിമ നിങ്ങളുടെ കയ്യിലാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. മലേഷ്യയിൽ നിന്ന് ആദ്യമായി അഭിനയിക്കാൻ എത്തുന്നത് ഒരു മലയാള സിനിമയിലേക്കാണ്. സിനിമയ്ക്ക് ഭാഷാഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണ് സിനിമ. നമ്മുടെ സിനിമയിൽ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സീഫയെ രണ്ടു വാക്ക് സംസാരിക്കുന്ന വിഷയം. Thank you for being here tonight, and thank you for having me. And I have to thank you to the director, producer, and the Bahul, all the team for their hard working, and then they helped me a lot at shooting also. Yeah, the most memory part is when we shot the emotional scenes, the crying part. Yeah, I had to push myself. Yeah, because I need to learn a lot from my acting. I need to improve. Yeah, they're also the good actress. That's all. Thank you. താങ്ക് യു. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അഭിനയിച്ച ചിത്രങ്ങളൊക്കെ ഹിറ്റുകളിലേക്ക് കുതിക്കുന്ന, സൂപ്പർ ഹിറ്റുകളിലേക്ക് കുതിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം എക്കോയുടെ വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് പടത്തിന്റെ നായകനായി മാറുന്നു നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് പ്രദീപ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്കും ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചാലും ഒരുപാട് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത്ര പെട്ടെന്ന് ഇത്രയും റെസ്പോൺസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് നല്ല രീതിയിൽ തന്നെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടി. ഒന്ന് ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണ് കാര്യം. എന്താ പറയുക, എല്ലാവരും ടോപ്പ് നോച്ച് ഇൻ ദ ഇൻഡസ്ട്രിയാണ്. ബാബുലേട്ടൻ, നിശ്ചിതേട്ടൻ, ഇഷ്കിടാണ്ടം ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇവരോട് വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാധിച്ചു. അത് സിനിമ നല്ലൊരു റെസ്പോൺസിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു അച്ചീവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അഭിനയിച്ച ആക്ടേഴ്സ് എല്ലാവരും തന്നെ നല്ല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സാണ് അഭിനയിക്കുന്നത് എല്ലാവരും. എനിക്ക് ഡെഫിനറ്റ്ലി ഒരു ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്പേസും ഈ സിനിമയിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. സോ ഹാപ്പി. എനിക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഐ വുഡ് ലവ് ടു ആൻസർ. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ്, നിങ്ങൾ നൽകുന്ന സ്വീകാര്യത തന്നെയാണ് നമ്മുടെ സിനിമയുടെ വിജയത്തിനും ഏറെ സഹായകമായത്. അതുകൊണ്ട് തന്നെ എക്കോയെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ, സാങ്കേതിക പ്രവർത്തകരോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഫുൾ പ്രോസസ് ആണോ അത് എഴുത്ത് മാത്രമാണോ? എഴുത്തൊരു 15 ദിവസം, 15 days. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഇത് കിഷ്കിന്ധയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ അത് ഏതാണ് ഏതിനേക്കാൾ വലുത് ചെറുതെന്നുള്ളത് എൻ്റെ കയ്യിലല്ലായിരുന്നു. എനിക്ക് ഇത് രണ്ടും കൃഷ്ണയുടെ പോലും ഷൂട്ടിന് മുന്നേ എഴുതി കഴിഞ്ഞതായിട്ടുള്ളതുകൊണ്ട് രണ്ടും ഒരേപോലെ തന്നെയാണ്. ഓൺലി തിങ് ഈ ഡേറ്റ്സും കാര്യങ്ങളും ഒരു പ്രോജക്റ്റ് ഷേപ്പ് ആയി ഓണായി വരാനെടുക്കുന്ന ഒരു സമയം കൊണ്ട് ഒന്നാദ്യം മറ്റേത് രണ്ടാമത്തത് ആയിപ്പോയി എന്നുള്ളൂ. ഈ ഡോഗ്സ് കുരക്കുന്നത് കണ്ടിട്ടുണ്ട്, ഓടുന്നത് കണ്ടിട്ടുണ്ട്, ഫൈറ്റ് ചെയ്യുന്നത് ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ കാണുന്നത്. അതെങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു? അത് ഇതിന്റെ ഡോഗ് ട്രെയിനർ ജിജേഷ് ഭായ്, പുള്ളിക്കാണ് അതിന്റെ ക്രെഡിറ്റ്. നമുക്ക് ആവശ്യമുള്ള ഐഡിയ അവരുടെ അടുത്ത് പറയാം, ഇങ്ങനെ വേണം, ഇങ്ങനെ ഡോഗ് ഓടി വന്ന് ഇങ്ങനെ ചാടണം, ചവിട്ടണം, അതിന് ആദ്യം ഒരു കടിക്കണം, സെക്കൻഡ് ഡോഗ് വന്ന് ഇങ്ങനെ ചവിട്ടണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ നെസസിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഡോഗ് ട്രെയിനർ ജിജേഷ് ഭായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഇപ്പോൾ ഡോഗ് ഒരിക്കലും അഭിനയിക്കില്ല. അപ്പോൾ ഡോഗ് ഒറിജിനലായിട്ട് ചെയ്യുന്ന ഡോഗിനെ അറിയുള്ളൂ. ഒറിജിനലായിട്ട് ആ ആക്ഷൻ ഡോഗിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് വാങ്ങിക്കാം എന്നുള്ളതിന് ജിജേഷ് ഭായിക്ക് പുള്ളിയുടേതായിട്ടുള്ള കുറേ ഹാക്കുകളും ട്രിക്കുകളും ഉണ്ട്. അപ്പോൾ ഓരോ ഈ പറയുന്ന ഈ സിനിമയിലെ ഓരോ ഡോഗിനെ കൊണ്ട് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഈ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റുകളും ഉണ്ട്. ഡോഗിനെ കൊണ്ട് റിയൽ ആയിട്ട് പുള്ളി ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അത് എനിക്ക് പുള്ളിയായിട്ട് എന്തായാലും ഇന്ററാക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പുള്ളിയുടെ ഒരുപാട് ഇൻസൈറ്റ്സ് ഈ സിനിമയുടെ വിശേഷങ്ങൾ ഒരുപാട് പുള്ളിക്കും പങ്കുവെക്കാനുണ്ട്. ടോട്ടലി എത്ര ഡോഗ്സ് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്? അതില് CGI ഒന്നുമില്ല, അനിമൽ ഷോട്ട്സ് എല്ലാം റിയലി ചെയ്തിട്ടുള്ളതാണ്. നോ CGIs ഇപ്പോൾ. ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു ഡോഗ്സ് ട്രെയിൻ ചെയ്യിപ്പിച്ചത്? 9 വിത്തൗട്ട് ഹസ്കി 9. ഇത് ഷൂട്ടിംഗ് ടൈമിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചതാണോ അതോ മുന്നേ? ഷൂട്ടിന് മുന്നേ തന്നെ ഒരു 1.5 മാസം മുന്നേ തന്നെ ഡോഗ്സിന് ട്രെയിനിങ് തുടങ്ങി. നമുക്ക് ആവശ്യമുള്ള ജനറൽ ട്രെയിനിങ് അല്ല, നമുക്ക് ആക്ച്വലി ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ ഒരു ഡോഗ് ട്രെയിനർ റീസണബിളി ഒരു 3 months എങ്കിലും ഉണ്ടായാൽ നല്ലതാണെന്നുള്ള രീതിയിലാണ് പറയാറ്. പക്ഷെ നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു 40 ഡേയ്സിലെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു ട്രെയിനിങ് പീരീഡ്. സോ ആവശ്യത്തിനുള്ള സീക്വൻസുകൾ മാത്രം നമ്മുടെ ഡോഗ് ട്രെയിനറായിട്ട് സംസാരിച്ച് ഇങ്ങനെ സീൻ വേണം, ഇങ്ങനെ ആയിരിക്കും ഷോട്ട്, ഈ ആംഗിളിലായിരിക്കും ഷോട്ട്, അപ്പോൾ ഡോഗ് ഇങ്ങനെ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിപ്പിക്കണം, ഇങ്ങനെ വേണം വിഷ്വൽ വരാൻ എന്നുള്ള രീതിയിൽ പുള്ളി നല്ലൊരു ഡയറക്ടോറിയൽ വിഷനുള്ള ഒരാളായിരുന്നു. ഇതിൻ്റെ ഡോഗ് ട്രെയിനർ ഒരു ഫിലിം മേക്കർ ഉണ്ട് പുള്ളിയുടെ. അപ്പോൾ പുള്ളി അതിനനുസരിച്ചുള്ള കസ്റ്റമൈസ് നമ്മളിങ്ങനെ ലിസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. ഇന്ന സീറ്റ് ഇന്നതായിരിക്കും, ഇന്ന സീറ്റ് ഇത്ര ഡോഗ്സ് ആയിരിക്കും എന്നുള്ള രീതിയിൽ പുള്ളി പ്ലാൻ്റെ ഒരു ചാർട്ട് പുള്ളിക്ക് മുൻകൂറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചാർട്ടിനനുസരിച്ച് പുള്ളിയുടെ സ്പേസിൽ പോയിട്ട് ട്രാൻഡത്താണ് പുള്ളി അവിടെ പോയിട്ട് ഡോഗിനെ ഈ കസ്റ്റമൈസ്ഡ് പ്രോംപ്റ്റ് വെച്ചിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളി ഓരോ വീക്ക്ലി അപ്ഡേറ്റ്സ് നമുക്ക് തരുവാൻ ഡോഗ് ഇത് ചെയ്തോട്ടോ, ആ സീനിലുള്ള പരിപാടി ഇത് സെറ്റായി എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഒരു ഡെഡിക്കേറ്റഡ് കമ്മിറ്റ്മെന്റ് ആണ് അതിൻ്റെ റിസൾട്ടിന് കാരണം. താങ്ക്ഫുള്ളി ജിജേഷ് ഭായ്. ഈ സന്ദീപിന്റെ ഈ ക്യാരക്ടറിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്, മുന്നേ ഈ രീതിയിലുള്ള ഒരു ക്യാരക്ടർ സന്ദീപ് ചെയ്തിട്ട് സന്ദീപ് ആകെ ചുരുക്കം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ സന്ദീപ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി എങ്ങനെയാണ് ജഡ്ജ്മെന്റ് ഒന്നും? ഇപ്പൊ നന്നായി ചെയ്തിട്ടുണ്ട്, സന്ദീപ് മോശമായില്ല, നല്ല കിടുക്കാച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. പടക്കളത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത് ആരാണ്? സന്ദീപ്. പക്ഷെ അത് ഈ ടൈം ലൈനിൽ ചെയ്തതാണെന്നാണ് സന്ദീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ എങ്ങനെ ഇതിലേക്ക് സന്ദീപിലേക്ക് എത്തിപ്പെട്ടു എന്നാണ് ചോദിച്ചത്. താങ്ക്സ് ടു ഡയറക്ടർ വിപിൻ ദാസ്. പുള്ളിക്ക് നേരിട്ട് പരിചയമില്ല, അപ്പോൾ ഇത് പുള്ളിയായിട്ട് പേഴ്സണലി താങ്ക്സ് പറയാൻ ഒരു അവസരമായിട്ട് എടുക്കുന്നു. കാരണം പുള്ളി ചെയ്ത അന്താക്ഷരി എന്ന് പറയുന്ന സിനിമയിൽ സന്ദീപ് ചെയ്തൊരു ക്യാരക്ടർ കണ്ടപ്പോഴാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് എപ്പോഴെങ്കിലും എനിക്കപ്പോൾ പറയാനൊരു പ്രൊഫൈൽ പോലും ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇതുപോലും ഓണായിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ സിനിമയാക്കാന്നുള്ള രീതിയിൽ വെട്ടിക്ക് വെച്ചൊക്കെയായിരുന്നു സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ അതിനിടയിലാണ് അന്താക്ഷരി കാണുന്നത്. അപ്പോൾ അതിൽ സന്ദീപിന്റെ പെർഫോമൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പുതിയൊരാൾ, പ്രായം കുറഞ്ഞ ഒരാൾ ഇത്രയും കൺട്രോളോട് സട്ടിലായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു അസാധ്യമായിട്ടുള്ളൊരു ക്രാഫ്റ്റ് പുള്ളിയുടെ ഉള്ളിലുണ്ടെന്നുള്ളത് തോന്നി. അപ്പോൾ അത് വിപിൻ ദാസിനാണ് ഫസ്റ്റ് പ്ലേസിൽ. വിപിൻ ദാസ് സന്ദീപിനെ അങ്ങനെ കാസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വിസിബിലിറ്റിയിലേക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് എത്തിയത്. അപ്പോൾ അത് പുള്ളിയുടെയാണ് ആക്ച്വലി അടിപൊളി ചോയ്സ്, പുള്ളി എടുത്തതാണ്. അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് ഇങ്ങനെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, ഗ്രേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്ത ബിനോയുടെ പേര്, പുള്ളിയായിട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇവൻ അടിപൊളിയല്ലേ, നമ്മുടെ ഈ യൂസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് സന്ദീപ് പോലെ ഒരാൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ബിനോയിട്ടാണ് അഷുറൻസ് എന്നാണ്. അവൻ അടിപൊളിയാണ്, നീ അവൻ്റെ ഷോർട്ട് ഫിലിംസ് ഒന്നും കണ്ടിട്ടില്ലേ, കുറെ കിടിലൻ ഷോർട്ട് ഫിലിംസ് ഉണ്ട് യൂട്യൂബിൽ, ഇത് കാണാം അത് കാണുന്നൊക്കെ പറഞ്ഞ് ബിനേഷ് റൂംമേറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ് എനിക്ക് കുറെ എണ്ണം ലിങ്ക് അയച്ചു. ആദ്യം കണ്ടത് അതാണ്. പിന്നീട് ടൈറ്റിൽസ് എനിക്ക് ഓർമ്മയില്ല, 2-3 ഷോർട്ട് ഫിലിംസ് അപ്പോൾ ബാക്ക് ടു ബാക്ക് കണ്ടു. അപ്പോൾ അടിപൊളി. പിന്നെ അത്
പ്രൊജക്റ്റ് ഒന്ന് മെറ്റീരിയലൈസ് ആവാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഒന്ന് എങ്ങനെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പ്രൊഫൈലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓൾ ദ പീരീഡ് പതിയെ പതിയെ നമ്മൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തി. കിഷ്കിന്ത ഒന്ന് ലാൻഡായി കിട്ടിയപ്പോൾ നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടി. പ്രാക്ടിക്കലി നമുക്ക് ഇങ്ങനെ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോകാന്നുള്ളത്. അതിനിടയിൽ തന്നെ സന്ദീപിൻ്റെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഫാലിമി അതിനോട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫാലിമി ഇറങ്ങി നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. വെൽ പ്ലേസ്ഡ് ആണ്, നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്റ്റായിട്ട് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഗുഡ് ഫീലിംഗ് അപ്പോഴേ ഉണ്ടായി. പിന്നെ സന്ദീപ് പുള്ളിയുടെ 200% ഇതിനെ തന്നു. ജീവൻ പണയം വെച്ചിട്ട് ചില ഷോട്ടിലൊക്കെ ഫ്രോണ്ടിങ് ക്യാമറയിലൊക്കെ സൂര്യനൊക്കെ കേട്ട് കാണും. സന്ദീപ് കട്ടുപിടിക്കുന്ന സന്ദീപിന്റെ അടുത്ത് സന്ദീപ് കട്ട് കളിക്കാൻ ജീവന ഹാനി ഉണ്ടെങ്കിൽ മാത്രം കട്ട് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ചെയ്തോളാം. എന്നോട് കട്ട് വിളിച്ചോളാം. റിയൽ ടൈം പ്രോംപ്റ്റിംഗ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന റിയൽ ടൈം പ്രോംപ്റ്റിംഗ് ആയിട്ട് സന്ദീപ് അവിടെ ചെയ്തോ ഞാനിപ്പോ ക്യാമറ ഇങ്ങോട്ട് വരികയാണ്, നീ ഇങ്ങോട്ട് തിരിയണേ എന്നൊക്കെ പറഞ്ഞ് പ്രോംപ്റ്റ് ചെയ്യായിരിക്കും. അപ്പൊ ഇവനവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു സന്ദീപ് ജീവന് ഹാനി ഉണ്ടെങ്കിൽ കട്ട് വിളിച്ചോട്ടോ. അപ്പൊ അതിനൊക്കെ ഒരു ഡയറിംഗ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് വേണം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഈ പുള്ളി 200% സിനിമയ്ക്ക് വേണ്ടി തന്നിട്ടുണ്ട്. എല്ലാവരും തന്നിട്ടുണ്ട്. പർട്ടിക്കുലർലി ചോദ്യം സന്ദീപിനെ കുറിച്ച് ആയതുകൊണ്ട് അവന്റെ അക്കൗണ്ടിൽ പറഞ്ഞു പോകുന്നത്. സന്ദീപിന് എന്ത് തോന്നുന്നു? ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ്. പടക്കളത്തിന് ശേഷം കത്തിക്കയറുന്ന അടുത്തൊരു കത്തിക്കയറലാണിത്. എന്ത് തോന്നുന്നു? സന്തോഷം. നമ്മൾ ഇതാണല്ലോ നമ്മുടെ ഹാപ്പിനെസ്. നമ്മുടെ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഹാപ്പിനെസ് ആണ് നമ്മുടെ മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ അത് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. അത് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മുടെ നെക്സ്റ്റ് സിനിമ ഇതേ കാര്യങ്ങൾ തന്നെ മീറ്റ് ചെയ്യണം, ഇതിൽ നല്ല റെസ്പോൺസ് കിട്ടണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് കൂടുതലും നമുക്ക് തോന്നുന്നത്. അതിനൊപ്പം തന്നെ ഹാപ്പിനെസ്സും ഒരുപാട് സന്തോഷം തോന്നുന്നു. സന്ദീപ് തന്നെയാണ് പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ വേറെ ആരുടെയും ചോയ്സ് എടുക്കാറുണ്ടോ? കാരണം സെലക്ട് ചെയ്യുന്ന എല്ലാ സ്ക്രിപ്റ്റും ഭയങ്കര ഒരു ബെസ്റ്റ് ഹിറ്റ് ആവാനുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അത് സ്വന്തമായിട്ട് ഡിസിഷൻ തന്നെയാണ്, അത് വേറെ ആരുടെയും ചോദിക്കാറുണ്ടെങ്കിലും? ഇല്ല, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം എന്താ, ബാക്കിയെല്ലാം നമുക്കിപ്പോ ഒരാളെ എന്താ പറയാ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞ രീതിക്ക്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ടേസ്റ്റിന്റെ ഒരു ബിസിനസ്സാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പോൾ പ്രോന് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ രണ്ടും നമുക്ക് ഒരുമിച്ച് ഇഷ്ടപ്പെടണമെന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ അത് ജഡ്ജ് ചെയ്യാൻ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടേസ്റ്റും എന്റെ ടേസ്റ്റും ചിലപ്പോൾ മാച്ച് ആവത്തില്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എനിക്ക് തന്നെയല്ലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെയാണ് മോസ്റ്റ്ലി എല്ലാം ചെയ്യുന്നത്. നമ്മുടെ സിനിമയിൽ മികച്ച ഒരു കഥാപാത്രം കാഴ്ചവെച്ച നമ്മുടെ പ്രിയപ്പെട്ട അഭിനേതാവ് രഞ്ജിത്ത് ശേഖരൻ കൂടി ഇവിടെ ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നേരത്തെ സംസാരിക്കാൻ വേണ്ടി. താങ്ക് യു. സോറി ഫോർ ബീങ് ലേറ്റ്. ഷൂട്ട് ഉണ്ടായിരുന്നു, ഇരുന്നിരുന്നൊരു ഷൂട്ട് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അവിടെ നിന്ന് ഓടി വരുമായിരുന്നു. താങ്ക് യു. എന്താ പറയേണ്ടതെന്നുള്ളതാണ് സന്തോഷം. ഇപ്പോഴത്തെ റിവ്യൂസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും കോൾസ് വരിക, ബീങ് പാർട്ട് ഓഫ് ദിസ് ടീം, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇവരെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റുക, വിനിതേട്ടൻ, ബാബുജി ആൻഡ് സീനിയേഴ്സ്, ഞാൻ പിച്ചിലെ കണ്ട വിനീതേട്ടൻ്റെ കൂടെ അങ്ങനത്തെ ഒരു പടം ഷെയർ ചെയ്യാൻ പറ്റുക, വിനിചാൻ്റെ കൂടെ, നരേഞ്ചാൻ്റെ കൂടെ, അപ്പം ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു എവരിവൺ. വൺ മോർ പേഴ്സൺ, നമ്മുടെ എക്കോയുടെ വിജയം ഇപ്പോൾ പുറത്ത് എല്ലാവരും പ്രേക്ഷകർ നൽകുന്ന വിജയം നൽകുമ്പോൾ ഈ സിനിമയ്ക്ക് പിന്നിൽ ശക്തമായ ഒരു കരുത്തുണ്ടായിരുന്നു, ഒരു മനുഷ്യനുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ചെമ്മാട്. അദ്ദേഹം കൂടി വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ഷാഫി, രണ്ടു പേർക്ക് സംസാരിക്കുക പ്ലീസ്. ഹായ്, നമസ്കാരം. ഞാൻ ഈ സിനിമയുടെ ഭാഗമാവുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ്. ആദ്യമായി സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നു. അത് വായിച്ചപ്പോൾ തൊട്ട് ഉണ്ടായിരുന്നൊരു പേടിയാണ്, ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും, എവിടെ ഷൂട്ട് ചെയ്യും. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നിപ്പോ തിയേറ്ററിലിരുന്ന പടം കണ്ടപ്പോൾ ശരിക്കും കരഞ്ഞിട്ട് ഇറങ്ങിയത്. കാരണം ഒരിക്കലും സാധ്യമാവാത്ത കുറെ സാധനങ്ങളായിരുന്നു ബാബുജി എഴുതി വെച്ചിരുന്നത്. ഒരിക്കലും അത് വായിച്ചിട്ട് നടപടി ആവില്ല എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചിരുന്നു.
എന്നാലും എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാമെന്നുള്ളൊരു ധാരണയിൽ ഇറങ്ങിയതാണ്. കേരളത്തിൻ്റെ അങ്ങേ തല തൊട്ട് ഓണേക്കാട് തൊട്ട് ലൊക്കേഷൻ ഹണ്ടിങ് തുടങ്ങി മറയൂര് തൊട്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളും കറങ്ങി തിരിഞ്ഞ് നെല്ലിയാമ്പതിയുടെ ഉൾക്കാടുകളിലൊക്കെ തപ്പി അവസാനം ഞങ്ങൾക്ക് പറ്റിയ അദ്ദേഹം എങ്ങനെ എന്താണോ എഴുതി വെച്ചത് അതിൻ്റെ പൂർണ്ണമായിട്ടും ഉള്ള ഒരു സിനിമ. ഒരിക്കലും ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് വായിക്കുമ്പോൾ ആ പടം തിയേറ്ററിൽ കാണുമ്പോൾ ഒരിക്കലും സംതൃപ്തി തോന്നാറില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അത് 100 ദിവസം ഓടിയ പടമായിരിക്കും, സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും. പക്ഷെ ഒരു മേക്കർ അതിന്റെ പിന്നണിയിലുള്ള ആൾക്ക്, കാരണം ഈ ഫസ്റ്റ് വായിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അതുപോലെ ഒരിക്കലും ഞങ്ങൾക്കത് പൂർണ്ണതയിൽ കൊടുക്കാൻ പറ്റാറില്ല. കാരണം ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും ആ സിനിമ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുക. പക്ഷെ കാണുന്ന ആളുകൾ അത് ഫ്രഷ് ആയിട്ട് കാണുന്നു. അതിന്റെ ബാക്കിൽ അത് നമ്മൾ പ്ലാൻ ചെയ്തത് ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ഈ സ്ക്രിപ്റ്റ് എന്ത് വായിച്ചോ അതിന്റെ 10 മടങ്ങ് മുകളിൽ ആ തിയേറ്ററിൽ കണ്ടപ്പോൾ അത് സാധിച്ചു. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കട്ടയ്ക്ക് കൂടുന്ന ഒരു പ്രൊഡ്യൂസറാണ്. എന്ത് പറഞ്ഞാലും അത് ഓക്കെ ആണെങ്കിൽ അത് ചെയ്തോ, ആവശ്യമെങ്കിൽ അത് ചെയ്തോ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്. പിന്നെ ഒരു കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടുനടന്ന ഇതിന്റെ ഡയറക്ടറും ബാബുജിയും ഒന്നും നടന്നിട്ടില്ലെങ്കിലും ഒന്നിനും ഒരു ദേഷ്യപ്പെടുകയോ മറ്റൊന്നും ചെയ്യാത്ത ബാബുജി, ദിഞ്ചിത്തേട്ടൻ ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ് അവരുടെ ഫസ്റ്റ് പടം ഞാൻ വർക്ക് ചെയ്യാൻ സാധിച്ചു. കക്ഷിയമ്മണിപ്പിള്ള അവിടെ തൊട്ടുള്ള ബന്ധമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പടം എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അവർക്ക് തോന്നിയതിന് ഒരു വലിയ നന്ദി. പിന്നെ ഈ സിനിമ നിങ്ങൾ പലരും കണ്ടു കാണും. ഈ സ്ഥലത്തേക്കൊക്കെ എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്നറിയാലോ, കാരവാൻ ഇല്ലാതെയും മറ്റു സൗകര്യങ്ങളില്ലാതെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കാലമാണ്. ഈ നിൽക്കുന്ന എന്റെ ബാക്കിലിരിക്കുന്ന ഇവരൊക്കെ നെഞ്ചോട് തീർക്കേണ്ട ആർട്ടിസ്റ്റുകളാട്ടോ. കട്ടൊക്കെ കൂടെ നിന്ന് കിലോമീറ്ററുകളോളം നടന്ന് ഞങ്ങളോടൊപ്പം ലഗേജുകൾ തൂക്കിയെടുത്ത് ഞങ്ങളിൽ ഒരാളായി ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഒരു ബ്രേക്ക് ഇല്ലാത്ത ഒരു കാറിൽ ജീവൻ പണയം വെച്ചിട്ടാണ് നാരായൺ ചേട്ടനും സഹീർക്കും നടന്നത്. ബ്രേക്ക് ഇല്ല, അത് നന്നാക്കിയാൽ കുറച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ അത് വീണ്ടും പോകും. പിന്നീട് വർഷമാക്കി പോയി കൊണ്ടുപോയി നന്നാക്കി വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഇല്ല, നമുക്ക് നോക്കാം. ഞങ്ങൾ തൊട്ട് ബാക്കിൽ ഒരു സ്കൂട്ടറിൽ മുട്ടിയും കല്ലും കൊണ്ടായിരുന്നു ആ കാറിന്റെ പിന്നാലെ പോയിരുന്നത്. എവിടെയാണോ പൊട്ടുന്നത് അവിടെ കല്ലിട്ട് നിർത്താൻ വേണ്ടി. അങ്ങനെയൊക്കെ ജീവൻ പണയം വെച്ച് ഇവര് ചെയ്ത സിനിമയാണ് വിൻചേട്ടനാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അഡ്വഞ്ചർ സീക്വൻസുകൾക്കൊക്കെ വിൻചേട്ടന്റെ പുള്ളി ഓഫ് റോഡ് ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ പുള്ളിയുടെ പരിചയങ്ങളും മറ്റുള്ള ഒരുപാട് ബന്ധങ്ങളെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ സന്ദീപ് ജി കട്ടൊക്കെ കൂടെ തന്നെ ആയിരുന്നു, ത്രൂഔട്ട് നമ്മളെ കൂടെ തന്നെ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഒരു വലിയ നന്ദി. താങ്ക് യു. താങ്ക് യു ഷോ ചേട്ടാ. മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ തുടരാം. ചോദ്യങ്ങളുണ്ടെങ്കിൽ അഡ്വഞ്ചേഴ്സ് ആണ്, കുറച്ചുകൂടെ റിസ്ക് എലമെന്റ്സ് കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കിഷ്കിന്ധാടനത്തിലേക്ക് തിരിഞ്ഞത് ആദ്യമേ? അല്ല, ആദ്യം എഴുതിയത് കിഷ്കിന്ധാടനം തന്നെയാണ്. കിഷ്കിന്ധാടനം എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് കാലതാമസം എടുക്കേണ്ടി വന്നു. അപ്പൊ അതിന്റെ ഡേറ്റ് എന്ന് ക്ലാരിറ്റി എന്നായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടാണ്ട് വന്നപ്പോൾ ഞാൻ വീട്ടിൽ പോസ്റ്റായി. അപ്പൊ എനിക്ക് വേറെ വർക്കിന് സിനിമാറ്റോഗ്രാഫിക്ക് വിളിച്ചാലും പോകാൻ പറ്റുന്നില്ല. ബിക്കോസ് കിഷ്കിന്ധാടനം എപ്പോഴാണ് തുടങ്ങാന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ വെറുതെ ഇങ്ങനെ സമയം പോവല്ലേ. അപ്പൊ അതിന്റെ ഒരു കുറ്റബോധം നിന്നൊന്ന് സ്വയം ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എന്തെങ്കിലും ഒരു കൃഷി നടത്തി നോക്കാം, ഭാവിയിൽ എപ്പോഴെങ്കിലും അത് പാകം ചെയ്ത് കഴിക്കാൻ യോഗം ഉണ്ടെങ്കിൽ എന്നാൽ ഇപ്പൊ കളയുന്ന സമയം ഒരു നഷ്ടമായിട്ട് പിന്നീട് തോന്നുമല്ലോ എന്നുള്ളതുകൊണ്ട് ആ സമയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണിത്. അപ്പോൾ അതിനല്ലേ ചോദിച്ചത്, കിഷ്കിന്ധ എഴുതി കഴിഞ്ഞിട്ടാണ് ഇത് എഴുതിയത്. പിന്നെ ഇതിന്റെ കിഷ്കിന്ധാടനത്തിന്റെ സബ്ജക്റ്റില് ആളുകളൊക്കെ അതിന്റെ സബ്ജക്റ്റിന്റെ വിഷയം കൊണ്ട് ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ച് സൈലന്റ് ആയിട്ട് പെരുമാറേണ്ടിയിരുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു ആ കഥയിൽ കൂടുതലും എല്ലാവരും. അപ്പൊ അത് കഴിഞ്ഞ് വന്ന സ്ട്രേറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇതിൽ എനിക്ക് ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ട് പോയിന്റ് ആയിട്ട് പെരുമാറുന്നവരോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നവരോ ഒക്കെ ആയാൽ കൊള്ളാം എന്നുള്ളത് അതൊരു വെറുതെ എനിക്കൊരു രസത്തിന് വേണ്ടിയിട്ട്, ഒന്നിനു വേണ്ടിയിട്ടല്ല,
ഞാൻ അപ്പോഴൊന്നും ഇതൊന്നും സിനിമയാക്കാൻ പറ്റുന്നൊന്നും വിചാരിക്കുന്നൊന്നുമില്ല. അതിലോട്ട് കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ടൈം പാസ് എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ആ എഴുത്ത് പ്രോസസ്സ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ. കഴിഞ്ഞ തവണ കുറേ സൈലന്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു, ഇത്തവണ വായ അടച്ചൊക്കെ കുറേ ക്യാരക്ടേഴ്സിനെ കൊണ്ട് ജീവിക്കാന്നുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ആദ്യം എഴുതുന്ന സീനുകൾ തന്നെ അശോകേട്ടൻ്റെയും വിനീതേട്ടൻ്റെ ഒക്കെ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള സീനുകളായിരുന്നു തുടക്കം. അപ്പോൾ അതൊരു രസമായിരുന്നു. അശോകേട്ടനായിരുന്നു ആക്ച്വലി ആദ്യമായി മനസ്സിൽ വന്ന ഒരു കാസ്റ്റിംഗ് ആണ്. ഇതിലത്തെ സ്റ്റോറി വേൾഡിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ക്യാരക്ടറാണ് ഇതിലത്തെ ജീതുവാരൻ അപ്പൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ രീതിയിലൊരു പ്രേക്ഷകരുടെ മനസ്സിൽ അവരൊരു സഹൃദയനായിട്ടുള്ള അക്സെപ്റ്റൻസ് ഉള്ള ഒരാൾ വേണമായിരുന്നു. നമ്മളിപ്പോൾ ചില കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല ആ വീട്ടിലത്തെ വകയിലുള്ള ഒരു കാരണവരോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലത്തെ ഒരു മുതിർന്ന ചേട്ടനോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഓളിനോളായിട്ട് വരുന്നവരെ റിസീവ് ചെയ്യാനും ആ വരുവരും ഇരിക്കും അങ്ങോട്ട് പോകും കഴിച്ചോ ഓളിനോട് കളിക്കാൻ നിൽക്കുക. അപ്പോൾ എന്ന് പറയുന്ന പോലെ അതിനെ എല്ലാവർക്കും ഒരു അക്സെപ്റ്റൻസ് തോന്നുന്ന രീതിയിൽ സഹൃദയനായിട്ട് ആൾക്കാർ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വേണമായിരുന്നു. അപ്പോൾ അപ്പൂട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അത് ആദ്യമേ അശോകേട്ടൻ മനസ്സിൽ പതിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ചെന്ന് പിക്ക് ചെയ്യാൻ ആദ്യമേ വരുന്ന ആള് വിനീതേട്ടൻ്റെ ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഒരു സിനിമ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകനെ സംബന്ധിച്ച് ആ സിനിമ ഒന്നുകൂടെ റീതിങ്ക് ചെയ്താൽ എന്തായിരിക്കും സീൻ അങ്ങനെ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ സീനിൽ കൃഷിതാഴം കണ്ടിറങ്ങിയപ്പോൾ പ്രേക്ഷകൻ ആ കുട്ടി മരിച്ചത് എവിടെയായിരിക്കും കുഴിച്ചത്, എന്തായിരിക്കും അവിടെ സംഭവിച്ചത്, പിന്നെ ചിന്തിച്ച് ഒരു തവണ കൂടെ തിയേറ്ററിൽ നിന്ന് കണ്ട് ഒന്നുകൂടെ റിയലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു പ്രേക്ഷകൻ കൂടെ തിങ്ക് ചെയ്യിക്കാന്നുള്ള ചെറിയൊരു മേക്കറെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമില്ല. അപ്പൊ ഈ സിനിമയിലും അതേപോലെ ആ എഫേർട്ട് ഉണ്ടല്ലോ, അതായത് എന്റെ പ്രേക്ഷകൻ കണ്ടാൽ മതി സിനിമ ടിക്കറ്റ് എടുത്ത് കാണണം, ഈ സീനിൽ എന്താണ് ഇതിലൊരു ട്വിസ്റ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് പ്രേക്ഷകർ റിയലൈസ് ചെയ്യണം എന്ന ആ ഒരു മേക്കറിന്റെ ഒരു ഇതുണ്ട് തറയുണ്ടല്ലോ. എത്രത്തോളം അത് മേക്ക് ചെയ്യാൻ എഫേർട്ട് ഉണ്ട്? കൃത്യമായിട്ട് റീഡ് ചെയ്ത് അവരും കൂടെ മനസ്സിലാക്കാനും അത് റീഡ് ചെയ്തെടുക്കാൻ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാനും ഒരു എഫേർട്ട് അവരുടെ സൈഡിൽ കൂടി ഉണ്ടാവണേ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും സിൻസിയർ ആയിട്ട് ജെന്യുയിൻലി ഫ്രം ദ ഹാർട്ട്. അപ്പൊ പിന്നെ നമ്മൾ എത്രത്തോളം സിൻസിയർ ആയിട്ട് ജെന്യുയിൻലി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ പ്രേക്ഷകരും ആ ഒരു സിൻസിയറിറ്റി ഓൺ സ്ക്രീനിൽ ഫീൽ ചെയ്യുമായിരിക്കും. അപ്പോൾ ആ സിൻസിയറിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഓക്കെ ഇവരെന്തോ സിൻസിയർ ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ കുറച്ച് എഫേർട്ട് ഇട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാനും അതിലേക്ക് ഇൻവോൾവ് ആവാനും കൂടെ ശ്രമിക്കാം എന്നൊരു വോളണ്ടറി ആയിട്ടുള്ളൊരു താല്പര്യം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയും അങ്ങനെ ഒരു പ്രതീക്ഷയിലുമാണ് ഞാനൊക്കെ ശ്രമിച്ചു നോക്കിയത്. അത് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് അത് ആക്ച്വലി അതൊന്ന് ഫുൾഫിൽ ആയ രീതിയിലുള്ളൊരു റെസ്പോൺസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ വലിയ സന്തോഷം. താങ്ക്സ് ടു ദ ഓഡിയൻസ് കൂടെ നിന്നതിന്. ബ്രോ ചെയ്യുന്ന എല്ലാ സിനിമകളിലും നമ്മുടെ ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ആ ക്യാരക്ടറിലെ ആളുകൾ വിളിക്കുക അതുകൊണ്ടപ്പോൾ കരിയറിലായിട്ടാണ് നല്ല ഗ്രാഫിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തണം, അല്ലെങ്കിൽ എത്രത്തോളം അഡ്വഞ്ചറസ് ആവണം, അല്ലെങ്കിൽ എന്റെ കഥാപാത്രം ഇതേപോലെ പ്രേക്ഷകരിലേക്ക് ഓർക്കണം എന്ന് വിചാരിക്കുക ഓരോ ആർട്ടിസ്റ്റും ചെയ്യുന്നത്. അപ്പം അതേപോലെ റിസ്ക് എലമെന്റ്സ് ഉള്ളതും ഞാൻ റിസ്ക് എടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന സിനിമകളുണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ഇപ്പോൾ ഞാൻ സേഫ് ആണ് അല്ലെങ്കിൽ റിസ്ക് കുറച്ചുള്ള കഥാപാത്രം മതി, ഇതാത്ത കഥാപാത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കും എന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ അപ്പോൾ ഇതിലെ ഇവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇത് വെർത്താണ് എന്ന് തോന്നിയ മൂമെന്റാണ്. ഉറപ്പായും അത് ഇവരെന്നെ വിളിക്കുന്നത് തന്നെ ആ ഒരു ഞാൻ ആ സ്ക്രിപ്റ്റിനെ കേൾക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ വായിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ 50% എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പോയൊരു ക്രൂ ആണ് ഇവര്. അപ്പം ചെന്നപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, ചേട്ടാ വേഗം വായിക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ ഇതിപ്പം നിങ്ങൾ സിനിമ എത്ര പേരാണ് കണ്ടു എന്ന് എനിക്കറിയില്ല ഇപ്പോൾ, പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി അല്ലെങ്കിൽ എന്താ പറയാ ഈ ക്യാരക്ടറിന്റെ ഒരു ആർക്ക്, നായ്ക്കളുടെ രീതി, ഇതെല്ലാം ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് ബാബുലേട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റേ മേക്കിംഗ് പിടിക്കാം എന്നുള്ള ഒരു പരിപാടിയല്ല, നമുക്ക് വായിക്കുമ്പോൾ തന്നെ കൃത്യമായി ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഇമാജിനേഷനിൽ വരും. അതുകൊണ്ടാണ് ഷാഫിക്ക് നേരത്തെ പറഞ്ഞത് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ നടപ്പിലാവും എന്നുള്ള കാര്യം വരെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സീൻ വരിക, ബാക്കി നമ്മൾ അപ്പം ചിന്തിക്കുന്നതാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയാണോ അവൈലബിലിറ്റി ആ സാഹചര്യത്തിൽ ഉണ്ടാവുക, ആ വണ്ടി അല്ലെങ്കിൽ എന്താണെങ്കിലും ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു സീൻ കുറച്ചും കൂടെ വലുപ്പമാവാം, അങ്ങനെ സംഭവിക്കാം.
പക്ഷെ ഇതിൽ അങ്ങനെയില്ല, ഇതിന് കൃത്യമായ ഒരു ക്ലാരിറ്റി ഫ്രം ദ വെരി ബിഗിനിങ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ടു ദ എൻഡ് വരെ പോയിട്ടുള്ളത്. കാര്യം നമുക്ക് ഓൺ ദ വേ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനോ ട്വീക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു സ്കോപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാര്യം അത്രയും ക്ലാരിറ്റിയോടെ തന്നെ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അത്രയും എന്താ പറയുക, ഈ മിസ്റ്ററി എന്ന് പറയുന്ന ഒരു ജോണർ, എൻ്റെ രസം എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഡിഫറെൻറ്റ് ജോണേഴ്സ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിസ്റ്ററി ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോണറിൽ സിനിമ ചെയ്യുന്നത്. അപ്പം ഞാൻ സ്ക്രീൻ പ്ലേ കൂടുതലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും വന്ന് നറേറ്റ് ചെയ്യാറാണ് പതിവ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ക്രീൻ പ്ലേ വായിക്കുന്നത്. വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് അതിൻ്റെ ഒരു ഹൈ ഭയങ്കര രസം തോന്നി, ആ മിസ്റ്ററി വായിക്കുന്നതിൻ്റെ ഒരു ഹൈ. അപ്പോൾ അതാണ് എന്നെ ഇതിലേക്ക് ഫസ്റ്റ് ഹുക്ക് ചെയ്തത്. അപ്പം മൊത്തത്തിൽ ഇതെല്ലാം വന്നപ്പോൾ തന്നെ ബാക്കി ചാലഞ്ചിങ് പാർട്ടൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നമുക്കത് സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ബാക്ക് തോട്ട്സും വേറെ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളത് ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഇപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇത് ഞാൻ ചെയ്താൽ സെറ്റാകുമോ? കാര്യം എൻ്റെ ഈ കൊച്ചി സ്ലാങ്ങും ഞാൻ ചെയ്തേക്കുന്ന സിനിമകളൊക്കെ കുറച്ചും കൂടെ ബിഹേവിയർ ഓറിയന്റഡ് സിനിമയാണ്. നമുക്ക് അപ്പം ഇഷ്ടമുള്ള കൗണ്ടറുകൾ പറയാം, ട്വീക്ക് ചെയ്യാം, നമുക്ക് നമ്മുടെ രീതിയിൽ പറയാം. പക്ഷെ അവരായിട്ടും കുത്തും കോമയും മാറ്റാൻ സമ്മതിക്കില്ല. ഞാൻ ഇവിടെ ഈ ഒരു ഇടത്ത് ഇപ്പുറത്തിട്ട് ഓക്കെ ആണെന്ന് പറയുമ്പോൾ വേണ്ടാണ് ഇത് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു ഫ്ലോ ആ ഡയലോഗിനുണ്ട്. അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്യൂട്ടി കിട്ടുള്ളൂ. അത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ആ ഒരു സ്ലാങ്ങി പറഞ്ഞു തുടങ്ങിയപ്പോൾ വേറൊരു ക്യാരക്ടറായി മാറി തുടങ്ങി. അപ്പോൾ എല്ലാ രീതിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആസ് എൻ ആക്ടർ ഗ്രോ ചെയ്യുന്ന രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കൊക്കെ വന്ന് കിട്ടിയത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്ത സിനിമയാണ്. ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ സിനിമ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ആദ്യം ഒരു നന്ദി. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയത് ഇവരിത് എങ്ങനെ എടുത്തു എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചായിരുന്നു. അപ്പോൾ ഇവരുടെ അടുത്ത് ഇതെങ്ങനെ കഥ എങ്ങനെ തയ്യാറായി എത്രത്തോളം സമയം എടുത്തു നോക്കി വളരെ സിമ്പിളായിട്ട് 15 ദിവസം എന്നൊക്കെ 15 ദിവസം കൊണ്ട് ഇത് പൂർത്തിയായോ? ഇപ്പോൾ CG ഉപയോഗിച്ചില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ സാറിനോട് ഈ കഥ ആദ്യം വരുന്ന സമയത്ത് സാർ എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു? ഇത് സൂപ്പർ ഹിറ്റ് ആകുമോ, അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് എന്നല്ല, നല്ല രീതിയിലൊരു റെസ്പോൺസ് വരുമോ, അങ്ങനെ എന്തെങ്കിലും സാറിന് ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നോ അത് കേൾക്കുന്ന സമയത്ത്? ടെൻഷൻ ഉണ്ടായിട്ടില്ല, പക്ഷേ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പ്രൂവ് ചെയ്ത ആൾക്കാരാണല്ലോ, ഓൾറെഡി മെയ്ഡ് കോൺഫിഡൻസ് മാത്രമേ ഉണ്ടായിരുന്നു. എന്ത് ചോദ്യമാണ്? നല്ലൊരു അനുഭവമല്ല. ഞാൻ ഈ ഷാഫിക്ക് പറഞ്ഞില്ലേ, കല്ലും കൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ പല സമയങ്ങളുണ്ടായിരുന്നു. അതിൽ ഈ കാറിന് വേറൊരു കുഴപ്പമുണ്ട്. ചിലപ്പോൾ ഇത് മുകളിലേക്ക് കയറുമ്പോൾ ചില സമയത്ത് ഇത് കയറാതെ താനെ നിന്ന് പോയി ഒറ്റ സ്വിഫ്റ്റായിട്ടൊരു പിന്നിലേക്കൊരു വരവുണ്ട്. ഇതിന് റെയർ വ്യൂ മിററും ഇല്ല, നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒന്നും ഇല്ല. അപ്പോൾ എൻ്റെ ക്ലച്ച് ഒന്നും ബ്രേക്കും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോ ഷോട്ട് ഇക്കടെ അടുത്ത് പറയും, അത് ഈ ഒരു നമുക്കൊരു സ്ട്രെച്ച് ഉണ്ട്. ആ സ്ട്രെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്ലിറ്റ് ഒക്കെ സെക്കൻഡ് അറിയാൻ പണി പാളി അപ്പം ചാടിപ്പോന്ന് പറയും ചാടാം. ഇതാണ് കാരണം, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ടെൻഷനുണ്ട്, പിന്നെ നമ്മളൊരു ധൈര്യമാണ്, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ബാക്കിലത്തെ റിവേഴ്സിലത്തെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം, കാരണം അത് അങ്ങനെ സംഭവിച്ചു പോയില്ല. അത് നമ്മുടെ അസിസ്റ്റന്റ് ക്യാമറമാൻ, അത് ക്യാമറ അസിസ്റ്റന്റ് മറ്റേ അദ്ദേഹം അസോസിയേറ്റ്, അദ്ദേഹം ഓടി വന്ന് വലിയ പാറയൊക്കെ വെച്ചിട്ട് നിർത്തിക്കൊണ്ട് നിന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്നും ഞങ്ങൾ ഇവിടെ ഇല്ല, നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ പടം കണ്ടവർക്ക് അറിയാം, അങ്ങനത്തെ ഓരോരോ വഴികളാണ്. എയർപിൻ വളമാണ്. മുന്നിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്തായാലും നമുക്ക് കാണാമല്ലോ, എവിടെ പോയിട്ട് ഇടിച്ച് നിർത്താന്നുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെന്താ വെച്ചാൽ ഞങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാനാണോ എന്നറിയില്ല, ഇതിന്റെ ഉടമസ്ഥൻ എപ്പോഴും ബ്രേക്ക് ഓയിലുമായിട്ട് കൂടെ പിന്നാലെ പുറകെ ഓടി വന്ന് വരുമായിരുന്നു. അതെന്തിനാന്ന് മനസ്സിലായിട്ടില്ല. അതിന് ഗിയറും ഇല്ല, സോറി മറ്റേ ഹാൻഡ് ബ്രേക്ക് ഇല്ല. അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് അതും നിർത്താൻ പറ്റില്ല. അപ്പൊ അതൊരു നല്ലൊരു ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു. അവിടെ ഏറ്റവും പഴയ മോഡൽ അംബാസഡർ, പിന്നെ രണ്ടും കുഴപ്പമായിരുന്നു. ഒരു നല്ല അനുഭവമല്ല, പക്ഷേ വാസ് വെരി ചാലഞ്ചിങ്. പക്ഷെ എനിക്കൊരു സംശയം തോന്നില്ല, ഈ
വേണ്ട, പടം കാണാത്തൊരു അല്ല അത് വേണ്ട. ബാബു പക്ഷെ അറിഞ്ഞില്ല, അത് നിർത്തിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ കയ്യിലല്ലല്ലോ. ഇത് റിയാലിറ്റിക്ക് വേണ്ടി റിയലിസ്റ്റിക് ആക്കാൻ ചെയ്തതാണോ? അതല്ല, ഈ ബ്രേക്ക് ഇല്ലാതെ വന്നത് റിയലിസ്റ്റിക് വേണ്ടിയിട്ട് ചെയ്തതാണോ? ശരി, ഡയലോഗ്സിന് വേണ്ടി കയറിയിരിക്കുകയാണ് പിന്നില്. ഈ പറഞ്ഞ പോലെ ഒരു പുള്ളി അങ്ങോട്ടും തെറ്റിയാലോ നമ്മൾ ഈ കാർ ഡയലോഗ്സ് ഒക്കെ, കാറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, കാർ ഡയലോഗ്സ് അല്ലേ, ഒരു ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പിന്നിൽ ഒളിഞ്ഞിരിക്കുക നല്ലൊരു അനുഭവമായിരുന്നു. ഈ തുടരുവിന്റെ സക്സസ് സെലിബ്രേഷൻ സമയത്ത് ആ അംബാസിഡർ കാർ കൊണ്ടുവന്നല്ലോ, അതേപോലെ ഈ കാർ ആ കാർ ഓടിച്ചോണ്ട് വരണ്ടേ ഇടം വരെ നടക്കൂല. ജിത്തേട്ടനോടൊരു കിഷ്കിന്താകാണ്ട് ഇറങ്ങി സിനിമ കാണാൻ തിയേറ്ററിൽ വന്നിട്ട് പടത്തിന്റെ പേര് എന്താണെന്ന് അറിയാതെ തിയേറ്ററിൽ വന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പേരായിരുന്നു. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ എക്കോ സിമ്പിൾ ആയിട്ടുള്ളൊരു പേരാണ്. അത് മാത്രമല്ല എക്കോ ഒന്നുകൂടെ ഷോർട്ട് ഫോം ആക്കി EKO എന്ന് ആക്കിയിട്ടുണ്ട് ടൈറ്റിൽ. അപ്പൊ ഈ ടൈറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ആണ്? പേര് കിട്ടിയിട്ടില്ല സത്യം. ടൈറ്റിൽ റെവല്യൂഷന്റെ ടൈം വരെ പേര് ഒന്നും കിട്ടാതെ കുറേ ഞങ്ങള് എന്ത് പേര് കൊടുക്കുന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ലാസ്റ്റാണ് ഓക്കെ നമുക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നെയിം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രേക്ഷകനെ എടുക്കുന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ എക്കോ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കുറച്ച് ലിസ്റ്റ് ഇട്ടതിൽ അതില് ഫസ്റ്റത്തെ പേരാണ്. ഞാൻ ആദ്യം ഒരു ദിവസം ബാബുവിനോട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓരോ പേര് പറയുന്നു, ബാബു വേണ്ട ഇത് പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസം പെട്ടെന്ന് ഞാനൊരു അല്ലെ കാഷ്വലായിട്ട് അവിടെ എക്കോ പോലെ ഒരു പേര് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു എക്കോ പറ്റുമല്ലോ, നമ്മുടെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എക്കോ ഓക്കെയാണ്. അപ്പം നോക്കുമ്പോൾ എക്കോ എന്നുള്ള വേറെ ലാംഗ്വേജിലുള്ള മീനിങ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പടമായിട്ട് കുറേ കണക്ട് ചെയ്യുന്ന കുറേ വേർഡുകളുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഓക്കെ എക്കോ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടി ഒരു പ്രൊണൗൺസിയേഷൻ EKO എന്ന് ഇട്ടാൽ കുറച്ചുകൂടി അതിനൊരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് തോന്നി. എന്നാ അങ്ങനെ പിടിക്കാം അതുകൊണ്ട് കണ്ടെന്ന് പറയും. ഓക്കെ, താങ്ക് യു മീഡിയ. അപ്പം നിങ്ങൾ ഇനിയും മറ്റുള്ളവർ കാണാത്തവരോടും നിങ്ങൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണത്തിന് നന്ദി. അപ്പം മറ്റു മീഡിയ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇനി നമ്മൾ പോകുന്ന തിയേറ്റർ വിസിറ്റിന്റെ ഭാഗമാകണമെന്ന് വിനയപുരസ്കാരം അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു ഈച്ച് ആൻഡ് എവരി വൺ. ആൻഡ് ഫൈനലി നമ്മുടെ ഡയറക്ടർ ഒരിക്കൽ കൂടി എന്തുകൊണ്ട് കാണണം എന്നുള്ള സംഭവം, ഇനിയും കാണാത്ത പ്രേക്ഷകർ എന്തുകൊണ്ടൊക്കെ കാണണം എന്നുള്ളത് പറയുന്നു. എനിക്ക് ഒരു കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല തിയേറ്ററിൽ നിന്ന് കാണാമെന്നുള്ളതാണ്. നല്ല തിയേറ്റർ എന്ന് പറഞ്ഞാൽ നല്ല പ്രൊജക്ഷൻ, നല്ല ഓഡിയോ സൗണ്ട് എഫക്ട്സ് ഉള്ള തിയേറ്ററിൽ നിന്ന് കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു എഫേർട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് ഡിസൈനറായ വിഷ്ണു ഗോവിന്ദ് മൂപ്പരെല്ലാം എടുത്ത ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എന്നാൽ ഭയങ്കര ന്യൂവൻസ് ആയിട്ടുള്ള ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അതിൽ ആഡ് ഓൺ ആണ്. അതെല്ലാം ചില തിയേറ്റേഴ്സിൽ കേൾക്കുന്ന പോലും ഇല്ല. ഈവൻ മുജീബിൻ്റെ മ്യൂസിക് ആയാലും എല്ലാ രീതിയിലും അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് പൂർണ്ണതയോടെ നിങ്ങൾ അനുഭവപ്പെടുക എന്നുള്ള ഒരു ഇതുണ്ട്, ആഗ്രഹമുണ്ട്. അത് എല്ലാവരും നല്ല തിയേറ്റേഴ്സിൽ നിന്ന് കാണുക, നല്ലൊരു അനുഭവമായിരിക്കും എക്കോ. പിന്നെ തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. ഒരിക്കലും OTT-യിൽ ഒരു OTT-യിൽ വന്നാൽ കാണാമെന്നുള്ള ഒരു തരത്തിലും മനസ്സിൽ ആലോചിക്കാൻ പാടില്ല. സോ പ്ലീസ് വാച്ച് ഇറ്റ് ഓൺ തിയേറ്റർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒരു സഹോദരിക്ക് ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ട്. ചോദിച്ചോളൂ. അത് തന്നെയാണ് പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ടല്ലോ, ആ സർപ്രൈസ് ആണ് നമുക്ക് വേണ്ടിയിരുന്നത്. അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ ദ മീഡിയ. നമ്മുടെ എല്ലാ അതിഥികളും ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യണമെന്ന് വിനയപുരസ്കാരം.